രാത്രി 3-2 മണിക്കല്ല വീടുള്ള പരിപാടിയാണ്. അതിന് സപ്പോർട്ട് അത് നിങ്ങൾ സപ്പോർട്ട് ചെയ്യാത്ത ഇന്നലെ രാത്രി 2 മണിക്കാണ് ഇവിടെ കോറി മാഫിയയുടെ വാഹനങ്ങൾ എത്തിച്ചേരുന്നത്. പോലീസ് അകമ്പടിയോടുകൂടെയാണ് വണ്ടി വന്നിരിക്കുന്നത് എന്നാണ് നാട്ടുകാരുടെ ആരോപണം. അതുമായി ബന്ധപ്പെട്ട് രാത്രിയിൽ തന്നെ നാട്ടുകാർ ഒരുമിച്ച് കൂടുകയും സമരസമിതിയുടെ നേതൃത്വത്തിൽ സമരം പുനരാരംഭിക്കുകയും ചെയ്തു. സമരസമിതി കൺവീനറാണല്ലേ? ഓക്കെ, ഇന്ന് ഇവിടെ എന്താണ് സംഭവിച്ചതെന്ന് വിവരിക്കാൻ പറ്റുമോ? ഇന്ന് പുലർച്ചെ 2 മണിക്കാണ് ഈ കംപ്രഷനും അതുപോലെ തന്നെ ഈ വേലികെട്ടിന്റെ പൊട്ടിക്കന്റെ ഉപകരണങ്ങളായിട്ട് വണ്ടികൾ വരുന്നത്. പേര് പോലീസിന്റെ അകമ്പടിയോടെയാണ് ഈ പുലർച്ചെ 2 മണിക്കാണ് വരുന്നത്. അത് പരിസരവാസികൾ നമ്മളെ അറിയിക്കുകയും നമ്മൾ അപ്പോൾ തന്നെ അവിടെ എത്തിച്ചേരുണ്ടായിട്ടുള്ളത്. രാത്രി തന്നെ ഇവിടെ ആളുകൾ രാത്രി തന്നെ 2 മണി 2:30 മണിക്ക് മുഴുവൻ ആളുകൾ അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അപ്പം അവരുടെ ഭാഗത്തുനിന്ന് ഒരു മൂവ്മെന്റ് ഇല്ലാത്തതുകൊണ്ട് ഞങ്ങളത് നേരം വെളുക്കുന്നവരെ കാത്തുന്നതാണ്. പോലീസ് ഇവിടെ ഉണ്ടായിരുന്നു, കാവലുണ്ടായിരുന്നു. പോലീസിന്റെ രാത്രി പോലീസ് ഇവിടെ രാത്രി പോലീസ് കാവലുണ്ടായിരുന്നു. പോലീസിന്റെ പ്രൊട്ടക്ഷനോടെയാണ് വന്നിട്ടുള്ളത്. ഇതിന്റെ ഒരു വിഷയം എന്ന് പറയുന്നത്, എന്തായാലും ഭരണകൂടത്തിന്റെ സപ്പോർട്ട് ഇല്ലാതെ ഒരു പോലീസും ഇങ്ങനെ പെരുമാറില്ല. നമ്മളൊക്കെ ഒരുപാട് ഗവൺമെന്റുകൾ കണ്ടതാണ്. പോലീസിന് 2 തരത്തിലുള്ള സമ്മർദ്ദം. ഒന്ന് ഭരണകൂടത്തിന്റെ ഭാഗത്ത് നിന്ന് വരുന്ന സമ്മർദ്ദം, 2 കോറി മാഫിയയുടെ വല്ലാത്തൊരു പണാധിപത്യത്തിന്റെ സ്വാധീനം. ഇത് രണ്ടുമാണ് പോലീസിനെ കൊണ്ട് ഇങ്ങനെ ക്രമവിരുദ്ധമായിട്ട് കാര്യങ്ങൾ ചെയ്യിക്കാൻ അവരെ പ്രേരിപ്പിക്കുന്നത്. നമുക്ക് നമ്മുടെ കേരളത്തിൽ ഒരുപാട് ഹൈക്കോടതികൾ വിധി നമ്മളിപ്പോ സംസാരിക്കുമ്പോൾ തന്നെ പല സ്ഥലങ്ങളിലും ഉണ്ട്. സ്റ്റേ ചെയ്തിട്ടും ഈ പറയുന്ന ബിൽഡിംഗ് പൊളിക്കാനും അതേപോലെ തന്നെ കോറി തുടങ്ങാനൊക്കെ ആയിട്ടും. പക്ഷെ വലിയ ജനകീയ വികാരം വരുമ്പോൾ അവിടുത്തെ ജനപ്രതികളൊക്കെ തീരുമാനിച്ച് അത് നിർത്തിവെക്കാറാണ് സാധാരണ ചെയ്യാറ്. കഴിഞ്ഞ 8 വർഷക്കാലമായിട്ട് ഇതേ ഒരു തരത്തിലുള്ള പ്രതിഷേധം 1% പോലും കുറയുന്നില്ല, കൂടുതല്ലാതെ വീരം കൂടി വരുന്നൊരു സ്ഥലമാണ്. ആ സ്ഥലത്ത് എന്തിനാണ് ധൃതി പിടിച്ച് ഈ കോടതി വിധി നടപ്പിലാക്കാൻ ഗവൺമെന്റുകൾ ശ്രമിക്കുന്നു എന്നതാണ് ഇവിടുത്തെ പ്രശ്നം. ഹൈക്കോടതിയിൽ ഈ കേസ് വരുമ്പോൾ പബ്ലിക് പ്രോസിക്യൂട്ടർ മൗനം പാലിക്കുന്നു. അതാണ് ഇവർക്ക് അനുകൂലമായി വിധി വരാൻ കാരണം. പിന്നെ പോലീസിന്റെ അകമ്പടിയോടുകൂടി കംപ്രഷൻ അടക്കമുള്ള സാധനങ്ങൾ മലയിലേക്ക് കയറ്റാണ് ഉണ്ടായത്. അപ്പം ഇവിടെയുള്ള ആൾക്കാർ ഈ നോമ്പിന്റെ സമയത്ത് പോലും എല്ലാവരും ഒത്തുകൂടി ഇവിടെ മലയെ സംരക്ഷിക്കുന്നുള്ള ഉറച്ചതിലാണ് എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് രാഷ്ട്രീയന്മാർന്ന് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എല്ലാം പങ്കെടുത്തുകൊണ്ട് നമ്മുടെ പുറക്കാമലയെ സംരക്ഷിക്കുന്നുള്ള രീതിയിൽ വന്നത്. അകത്ത് കയറിയിട്ട് ഇവര് വാതിൽ ചവിട്ടിയും തക്കലും ചെയ്ത് അപ്പൊ എന്റെ മോൻ വാതിൽ തുറന്ന് ഓന് അതേ വയ്യ പോലെ പിടിച്ച് കൊണ്ടുപോയി. ഓനെല്ലാവർക്കും വേണ്ടിയിട്ടാണ്, ഒരു കക്കാനോ പെണ്ണുപിടുത്തത്തിനൊന്നും പോയതല്ല മോയെ. എല്ലാവർക്കും വേണ്ടിയിട്ട് പോയതാ മോയെ. അങ്ങനത്തെ മോനെ അത് ഒരു പിടിച്ചു കൊണ്ടുപോയി. പേര് തന്നെ പൂരക്കാമല എന്ന് പറഞ്ഞ പൂരക്കാമല എന്ന് പറഞ്ഞാൽ ഇപ്പൊ രേഖകളില്ല. പുറക്കാമല അത് വെറും മണ്ണിന്റെ ഒരു സ്ഥലമുണ്ട്. ഒരു 10-70 ഏക്കറുകളുള്ള സ്ഥലമാണ്. വെറും മണ്ണ് ചെങ്കുത്തായിട്ട് നിൽക്കുന്നത്. 30% പാറിയാണ്. അതൊരു ബെൽറ്റ് ഇട്ട പോലെ നിൽക്കുകയാണ്. ആ ബെൽറ്റ് പോയാൽ ഈ പ്രദേശം തന്നെ അപകടത്തിലാകുന്ന ഒരു വർഷത്തിലേറെയായി. 2013 നമ്മൾ ഈ സമരം ആരംഭിക്കുന്നത്. ആ സമരം യഥാർത്ഥത്തിൽ ഈ ലൊക്കേഷൻ അല്ല പൊട്ടിക്കാൻ ഉദ്ദേശിച്ചത്. മേപ്പയൂർ വില്ലേജിലെ 34/1 എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു അതിന്റെ പറ പൊട്ടിക്കാനുള്ള ശ്രമം നടത്തിയത്. അതിനെ ചെറുത്തു തോൽപ്പിച്ച് അവർ തിരിച്ചുപോയി. അതിനുശേഷം ദീർഘകാലം 2013 ശേഷം 2023 അവസാനം 24 കൂടിയാണ് അവർ വീണ്ടും ആരംഭിക്കുന്നത്. ഈ ആരംഭത്തിൽ വളരെ ശക്തമായ പഴയതിനേക്കാൾ കൂടുതൽ ശക്തമായ പ്രതിഷേധമുണ്ടായി. അത് മേപ്പയൂർ വില്ലേജിലെ 29/3 എന്ന് പറയുന്ന സർവേ നമ്പറിലുള്ള സ്ഥലത്താണ്. 2.25 ഏക്കർ സ്ഥലം. ഈ സ്ഥലം തന്നെ നിയമവിരുദ്ധമായി നീക്കിയ ഭൂമിയായിട്ടുള്ള ദീർഘകാലങ്ങളായി ആളുകൾ നികുതി അടയ്ക്കാതെ ഇട്ടിരുന്ന ഭൂമി, അതായത് യഥാർത്ഥത്തിൽ സർക്കാരിൽ നിക്ഷിപ്തമാവേണ്ടുന്ന
പോയി കയ്യേറിയിട്ടാണ് അനധികൃത മാർഗങ്ങളിലൂടെ കോടതിയെ പോലും തെറ്റിദ്ധരിപ്പിച്ച ഈ ആധാരം പോലും 29/3 എന്ന് പറയുന്ന ആധാരം പോലും കൊയിലാണ്ടി കോടതിയിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടതാണ്. നമ്മൾ സാധാരണ ആധാർ രജിസ്റ്റർ ചെയ്യുന്ന രജിസ്റ്റർ ഓഫീസിലാണ്. പക്ഷെ ഇത് കോടതിയിൽ തർക്കം ഉണ്ടാക്കി അവിടുന്ന് ബോധപൂർവം അവരെ പേരിലാക്കി അങ്ങനെയൊക്കെയാണ് ഇത് വന്നത്. അപ്പം അത് മാത്രമല്ല 2.25 ഏക്കർ മാത്രമല്ല, ഏകദേശം 10-18 ഏക്കറോളം സ്ഥലം ഇവർ കൈവശപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അതിൻ്റെ പൂർണ്ണ രേഖകൾ കിട്ടി. നമ്മൾ ആ ഭാഗത്ത് അന്വേഷണം നടത്തുന്നുണ്ട്. അപ്പം അതുപോലെ തന്നെ ഇത് ഈ പാറയ്ക്കെതിരായിട്ടുള്ള സമരം എന്ന് പറയുന്നത്, നിങ്ങളിപ്പോൾ ഇവിടെ വന്നാൽ നിങ്ങൾക്ക് ഇതിൻ്റെ പ്രകൃതി മനോഹാരിത നിങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഇപ്പം ഇതിന് ഒരു ആഭ്യന്തര ടൂറിസത്തിനുള്ള സാധ്യത സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കിയതുകൊണ്ട് ടൂറിസം മന്ത്രിക്ക് ഇതിൻ്റെ ഇത് കൊടുത്തിരുന്നു, ലെറ്റർ കൊടുത്തിരുന്നു. അദ്ദേഹം വളരെ പോസിറ്റീവായി ഇടപെട്ട്, പക്ഷേ ഇതിന് പഞ്ചായത്തിന് ഫണ്ട് വേണം, പഞ്ചായത്തിന് ഫണ്ടില്ലാണ്ട് ഇത് നടത്തിക്കൊണ്ടുപോകാൻ കഴിയില്ല എന്നൊക്കെയുള്ളൊരു മറുപടിയാണ് തന്നത്. അതാ പുറക്കാമലയുടെ അതിമനോഹരമായ പരിസര പ്രദേശമാണിത്. ഈ നെൽ സംഭരണ കേന്ദ്രം ഇതൊക്കെയും തന്നെ നശിച്ചു പോകാൻ സാധ്യമാകുന്ന രീതിയിലുള്ള ഒരു ഇടപെടലുകളാണ് ഇവിടെ കോറി മാഫിയയുമായിട്ട് ബന്ധപ്പെട്ട് നടക്കാൻ പോകുന്നതെന്ന ആശങ്കയിലാണ് ഈ സമരം നടന്നുകൊണ്ടിരിക്കുന്നത്.